ഹലോ ഡിയർ സ്റ്റുഡൻസ്, +2 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അതിൻ്റെ ഇടയിൽ പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തിരക്കിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സഹായകമാകുന്ന രീതിയിലാണ് ആൽഫ അക്കാഡമി ആൻഡ് ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് ടീച്ചർമാർ വരുന്നത്. അങ്ങനെ ഇന്ന് ബയോളജി ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ പേര് ശ്രീവിദ്യ, ആൽഫ അക്കാഡമി ആൻഡ് ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ സീനിയർ ബയോളജി ഫാക്കൽറ്റിയാണ്, അതുപോലെ തന്നെ നീറ്റിൻ്റെ കോർഡിനേറ്ററുമാണ്. അപ്പോൾ നമുക്കിന്ന് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ ഒരു ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനുമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. നെയിം ദ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദ സിന്തസിസ് ഓഫ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒരു വേർഡ് നമ്മൾ എഴുതിയാൽ മതി. പക്ഷേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് നമ്മുടെ NCERT-യിലില്ല. NCERT-യിൽ DNA റെപ്ലിക്കേഷൻ പറയുന്നിടത്ത്, റെപ്ലിക്കേഷൻ ഫോർക്ക് പറയുന്നിടത്ത് ലാഗിങ് സ്ട്രാൻഡ് ഫ്രാഗ്മെൻറ്റുകളായിട്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് അല്ലേ? ആ ഒരു പിക്ചർ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ NCERT-യിലുള്ള റെപ്ലിക്കേഷൻ ഫോർക്കാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, റെപ്ലിക്കേഷൻ താഴേന്ന് മുകളിലേക്ക്, അതായത് ഓറയിൽ നിന്ന് ഫോർക്കിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പൊളാരിറ്റി വെച്ചാണ് ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് NCERT-യിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് 5' 3' അല്ലെങ്കിൽ 5'3' ഡയറക്ഷനിലുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടാകണ പുതിയ സ്ട്രാൻഡ് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ആണെന്നും അതിന് നമ്മൾ ലാഗിങ് സ്ട്രാൻഡ് എന്നും പറയും. അപ്പോൾ ഇങ്ങനെ ഫ്രാഗ്മെൻറ്റുകളായിട്ടാണ് ലാഗിങ് സ്ട്രാൻഡ് ഉണ്ടാകണത് എന്നേ നമ്മൾ പറയുന്നുള്ളൂ NCERT-യിൽ അല്ലേ? അത് പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു തരുന്നത്. ഇപ്പം നീറ്റ് എക്സാമിനേഷന് മാത്രമല്ല, നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ ആണെങ്കിലും അങ്ങനെ ചില കാര്യങ്ങൾ NCERT-യിൽ സ്കിപ്പായി പോയ ചില കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കൂളിലായാലും ഏതെങ്കിലും കോച്ചിങ് സെൻറ്റേഴ്സ്, ട്യൂഷൻ ക്ലാസ്സസ് ഒക്കെയാണ് എങ്കിലും ഇതുപോലുള്ള ഫ്രാഗ്മെൻറ്റ്സ് അത് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് തീർച്ചയായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന എൻസൈം ഏതാണെന്നാണ് ചോദ്യം. ഇപ്പം നോക്കിയേ, ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ആണെങ്കിലും ലീഡിങ് സ്ട്രാൻഡ് അല്ലേ, ഇത് ലീഡിങ് സ്ട്രാൻഡാണ്, കണ്ടിന്യൂസ് സിന്തസിസിന് വിധേയമാകുന്ന ലീഡിങ് സ്ട്രാൻഡാണ്. ഇത് ഏത് ടെംപ്ലേറ്റിന് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് ഉണ്ടാകുന്നത്? 3' 5' ഡയറക്ഷനിലെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് ലീഡിങ് സ്ട്രാൻഡ് ഉണ്ടാകുന്നത്. അപ്പം ലീഡിങ് സ്ട്രാൻഡ് ആണെങ്കിലും ലാഗിങ് സ്ട്രാൻഡ് ആകാൻ പോകുന്ന ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം ഒരു എൻസൈം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഏതാണ് ആ എൻസൈം? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എൻസൈം അല്ലേ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതാണ്, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എൻസൈം. കാരണം ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സും ഉണ്ടാകുന്നത് DNA പോളിമറൈസ് എൻസൈമിൻ്റെ ആക്ഷനിലൂടെയാണ് അല്ലേ? അതായത് DNA പോളിമറൈസ് എൻസൈം എന്താ ചെയ്യുന്നത്? ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ സീക്വൻസിന് കോംപ്ലിമെൻ്ററി ആയിട്ട് പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് DNA ന്യൂക്ലിയോടൈഡുകൾ, ഡിയോക്സി ന്യൂക്ലിയോടൈഡുകളിനെ പോളിമറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ചെറിയ ചെറിയ DNA ഫ്രാഗ്മെൻറ്റുകളായിട്ട് ഉണ്ടാക്കാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ DNA പോളിമറൈസ് എൻസൈം ക്യാൻ പോളിമറൈസ് ദ ന്യൂക്ലിയോടൈഡ്സ് ഓൺലി ഇൻ 5' 3' ഡയറക്ഷൻ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് 3' 5' ആണ്. അതുകൊണ്ട് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടാകുന്ന സ്ട്രാൻഡ് തീർച്ചയായിട്ടും 5' 3' ആ ഡയറക്ഷനിൽ തന്നെയാണ് പോളിമറൈസേഷൻ നടക്കുന്നത്. ആ ഡയറക്ഷൻ തന്നെയാണ് ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്ട്രാൻഡിനും ആണല്ലോ. പക്ഷേ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഇവിടെ ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ ഡയറക്ഷൻ താഴേന്ന് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ 5' 3' ആണ്. അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്ട്രാൻഡ് 3' 5' ആണ് താഴേന്ന് മുകളിലേക്ക്. പക്ഷേ ആ ഡയറക്ഷനിൽ DNA പോളിമറൈസ് എൻസൈമിന് ആക്ട് ചെയ്യാൻ പറ്റില്ല, പോളിമറൈസ് ചെയ്യിക്കാൻ പറ്റത്തില്ല. അത് ഉറപ്പായിട്ട് 5' 3' ഡയറക്ഷനിലേ അതിന് പോളിമറൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട്, അതായത് ഇപ്പോൾ DNA പോളിമറൈസ് എൻസൈം ഈ ഭാഗത്താണ് വരുന്നതെങ്കിൽ, ഇവിടെയാണ് DNA പോളിമറൈസ് എൻസൈം നിൽക്കുന്നതെങ്കിൽ അവിടെ എന്താ ചെയ്യുക? ഒരു പ്രൈമേസ്, അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, RNA പ്രൈമർ വേണം, അതിനെ എക്സ്റ്റെൻഡ് ചെയ്താണ് DNA പോളിമറൈസ് എൻസൈം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫ്രാഗ്മെൻറ്റ് ഉണ്ടാവും. കാര്യം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്ത് 5' 3' ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലേ?
നോക്കാം. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് 5' 3' ഡയറക്ഷൻ. എന്നിട്ട് അത് ആ ഒരു സെഗ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് DNA പോളിമറൈസ് എൻസൈം മുകളിലേക്ക് എത്തുകയാണ് അല്ലേ. DNA പോളിമറൈസ് എൻസൈം മുകളിലെത്തുമ്പോൾ അവിടെ ഇത് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ പ്രൈമറിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ നിങ്ങളുടെ ഒരു സ്ട്രാൻഡ്, ഒരു ഫ്രാഗ്മെൻ്റ് അവിടെ ഉണ്ടാക്കുകയാണ്. അന്നേരമാണ് DNA പോളിമറൈസ് എൻസൈം ഇനി മുകളിലെത്തുന്നത്. അപ്പോൾ വീണ്ടും അവിടെ നിന്നൊരു ഫ്രാഗ്മെൻ്റ് ആയിട്ട്. അപ്പോൾ ഈ DNA പോളിമറൈസ് എൻസൈമിന് 5' 3' ഡയറക്ഷനിൽ മാത്രമേ പോളിമറൈസേഷൻ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ടെംപ്ലേറ്റിന് കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ടാകുന്ന സ്ട്രാൻഡ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്നത് അല്ലേ. ആ ഫ്രാഗ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ നമുക്കറിയാം, കാരണം നമുക്ക് കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ടീച്ചർ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. നമുക്കിപ്പോൾ അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടാവണം എന്നില്ല, അല്ലാണ്ട് നമ്മൾ ആ വേർഡ് ഓർത്ത് എഴുതേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമോ, അങ്ങനെ ഒരു വേർഡ് NCERT ഇല്ലല്ലോ. ഇനി അത് അറിയുന്ന ഒരു കുട്ടികളാണെങ്കിൽ പോലും ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും എൻസൈം ആയിരിക്കുമോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലീഡിങ് സ്ട്രാൻഡ് ഒരു എൻസൈമും ലാഗിങ് സ്ട്രാൻഡ് ഇനി വേറെ ഏതെങ്കിലും എൻസൈം ആണോ എന്നൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ടീച്ചർ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അന്നേരം എന്താ വരുന്നത്? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് അല്ലേ. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ DNA ഡിപ്പെൻഡൻ്റ് എന്ന് എഴുതിയില്ല, DNA പോളിമറൈസ് എന്ന് എഴുതിയാൽ പോലും ചിലപ്പോൾ കിട്ടുമായിരിക്കും. എന്നാലും കൂടുതൽ സ്പെസിഫൈ ചെയ്ത് നമ്മളെപ്പോഴും സേഫർ സൈഡിൽ നിൽക്കാനായിട്ട് നമുക്ക് ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി എന്തൊക്കെ അറിയാമോ അതെല്ലാം കൃത്യമായിട്ട് കറക്റ്റാണെന്ന് ഉറപ്പ് വേണം, കറക്റ്റായിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ ജെനറ്റിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ബയോടെക്നോളജി, ഇങ്ങനെയൊക്കെയുള്ള ചാപ്റ്ററുകളിൽ നിന്ന് ബോർഡ് എക്സാമിന് നല്ലോണം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചിലപ്പോൾ നമുക്കിതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബയോളജിയിൽ എന്തെങ്കിലും ഒരു പോർഷൻ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ടീച്ചർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ടിൽ ദെൻ ഗുഡ് ബൈ.